നമസ്കാരം. മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി ലഭിക്കുമോ? നിങ്ങളുടെ ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സമയം ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇതൊരു നമ്പറുകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ്. നാം ചുറ്റും കണ്ണോടിക്കുകയാണ് എങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ശക്തി തന്നെ പല സൂചനകളും നമ്മളോട് പറയുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു ആകർഷണം നമുക്ക് ലഭിച്ചു എന്ന് വരാം. ഇത്തരം ചില കാര്യങ്ങൾ ഭാവിയിലേക്കുള്ള ചില സൂചനകൾ തന്നെയാണ്. അത്തരത്തിൽ വളരെ ശക്തമായ ഒരു തൊടുകുറി തന്നെയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 വിശേഷപ്പെട്ട നമ്പറുകളാണ്. അതിൽ ആദ്യത്തേതായ നമ്പർ 11 എന്ന നമ്പറാണ്. രണ്ടാമത്തേതായ നമ്പർ 77 എന്ന നമ്പറാണ്. 77. ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ 2 നമ്പറുകളിൽ ഏത് നമ്പറിലേക്കാണ് നിങ്ങൾക്ക് കൂടുതലായി ഒരു ആകർഷണം തോന്നുന്നത് എങ്കിൽ ആ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ളത്. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ജീവിതാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കാത്തിരിക്കുന്നതായ കാര്യങ്ങൾ അത് എന്താണ് എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങളെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന പല കാര്യങ്ങളും ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഈ തൊടുകുറി മൂലം വന്നു ചേരുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും തുണയായുണ്ട്, കൂടെയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ ഒരു നിമിഷം ഓർത്ത് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഒരു നിമിഷം നിങ്ങൾ ആ ശക്തിയെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്ന ആ പ്രയാസങ്ങൾ അകലണം എന്നും ജീവിതത്തിലേക്ക് ശുഭകാര്യങ്ങൾ കടന്നു വരണം എന്ന പ്രാർത്ഥനയോടെ ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങൾ ആ ദേവതയോട് പ്രാർത്ഥിക്കേണ്ടതാണ്. ശേഷം ഏവരും കണ്ണുകൾ തുറന്ന് ആ ആദ്യം കാണുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആകർഷിച്ചിട്ടുള്ളതായ നമ്പർ ഏതാണ് എങ്കിൽ ആ നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി ഫലങ്ങളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം അത് കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. അല്ലെങ്കിൽ ആ ദേവതയ്ക്ക് മുൻപിൽ നിങ്ങൾ വച്ചിരിക്കുന്ന പ്രാർത്ഥന അത് നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതുമാണ്. അപ്പോൾ ആദ്യത്തെ നമ്പറായ 11 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വ്യക്തി ഏതെങ്കിലും കാര്യവുമായി നിങ്ങളെ സമീപിക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ലാഭത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത്തരത്തിൽ ചിന്തിച്ച് അല്ലെങ്കിൽ അവർ പറയുന്നതായ കാര്യത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി എത്ര അനുകൂലമായ കാര്യങ്ങൾ അതുമൂലം നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രശ്നങ്ങളെ ധൈര്യത്തോടെ നേരിടുവാൻ സാധിക്കുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. മനക്കരുത്ത് നിങ്ങൾക്കില്ല എന്ന് പറയുന്നതായ സാഹചര്യമുണ്ട് എങ്കിലും പല അവസരങ്ങളിലും മനക്കരുത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്ന് തെളിയിക്കുന്ന സാഹചര്യമുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്നതായ അവസരത്തിൽ
പല സമയങ്ങളിലും ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ആ ഈശ്വരാനുഗ്രഹത്താൽ മാത്രം അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകുന്ന വ്യക്തികളായി തന്നെ നിങ്ങൾ മാറാറുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ് എന്ന് പറയാം. കാരണം പല കാര്യങ്ങളും അത്രമേൽ അനുകൂലമാകുന്ന അല്ലെങ്കിൽ പ്രശ്ന പരിഹാരങ്ങൾ അത്ഭുതകരമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. പലരും നിങ്ങളെ സമ്മതിച്ച് തരുന്നതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. പല കാര്യങ്ങളിലും മാനസികപരമായ പ്രയാസങ്ങൾ, ദൗർബല്യം നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ പല അവസരങ്ങളിലും നിങ്ങൾക്ക് പറയേണ്ടതായ കാര്യങ്ങൾ കൃത്യമായി പറയാതിരിക്കുകയും മറ്റുള്ളവർക്ക് വിഷമമായാലോ അല്ലെങ്കിൽ പലവിധ ചിന്തകളാലും പല കാര്യങ്ങളും പറയാതിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട അനുകൂലമായ കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നതിന് പോലും കാരണമാകാറുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. നിങ്ങൾക്ക് തീർച്ചയായും പല കാര്യങ്ങളിലും ഉൾക്കാഴ്ച ഉള്ളവർ തന്നെയാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളെയും മുൻകൂട്ടി കാണുവാൻ സാധിക്കുന്നവരാണ് എന്ന് പറയാം. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തോൽപ്പിക്കുക എന്നത് പലപ്പോഴും അസാധ്യമാണ്. നിങ്ങളെ പലപ്പോഴും വിഷമിപ്പിക്കുവാൻ പലർക്കും സാധിച്ചു എന്ന് വരാം. എന്നാൽ പൂർണ്ണമായും നശിപ്പിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ പലർക്കുമുണ്ട്. കാരണം നിങ്ങൾക്ക് ദൈവത്തിൽ അത്രമേൽ വിശ്വാസമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതിനാൽ തന്നെ ഏത് പ്രതിസന്ധി ഘട്ടമാണ് എങ്കിലും ആ ദേവത നിങ്ങളെ കൈപിടിച്ചുയർത്തും എന്ന ചിന്ത നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും അതൊരു ബലമായി നിൽക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും പക്ഷം പിടിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും അതിൽ പരാജയപ്പെടും. ചില അവസരങ്ങളിലൊക്കെ നിൽക്കേണ്ടതായി വന്നാൽ പോലും ബഹുഭൂരിപക്ഷം സമയങ്ങളിലും നിങ്ങൾ പക്ഷം പിടിക്കാതെ മാറി നിൽക്കുന്നവരാണ്. അത് നിങ്ങളുടെ സുഹൃത്തുക്കൾ തമ്മിലുള്ള കലഹമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽപരമായ സ്ഥലത്തുള്ള കലഹങ്ങളാകാം. ഇത്തരം കലഹങ്ങളിൽ നിന്നും പലപ്പോഴും മാറി നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുവാൻ ശ്രമിക്കുകയും അതിനാൽ തന്നെ എപ്പോഴും അത്തരത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന വ്യക്തികളാണ്. ഇത് പലപ്പോഴും നിങ്ങളോട് പല വ്യക്തികൾക്കും വിഷമകരമായ കാര്യം, അല്ലെങ്കിൽ ഒരു അകൽച്ച, തർക്കം പോലുള്ള കാര്യങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. നിങ്ങൾ വളരെയധികം ഈശ്വരാധീനമുള്ള വ്യക്തികളാണ് എന്നതുപോലെ തന്നെ നിങ്ങൾ പറയുന്നതായ വാക്കിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് എന്നതും വാസ്തവം തന്നെയാണ്. കൂടാതെ നിങ്ങൾ ചില കാര്യങ്ങളിൽ പ്രത്യേകമായി ചിന്തിക്കുന്നവരും ബുദ്ധിപൂർവം ചിന്തിക്കുന്നവരാണ്. ചിലരത് നിങ്ങൾക്ക് അത് തെറ്റാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും എവിടെയാണോ നിങ്ങൾക്ക് നേട്ടമുള്ളത് ആ പക്ഷത്ത് നിൽക്കുവാൻ പലപ്പോഴും ശ്രമിക്കുന്നതായ സാഹചര്യം പോലുമുണ്ട്. അതിനാൽ തന്നെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരാം. പലപ്പോഴും നിങ്ങളുടെ ഭാവി തന്നെ അനുകൂലമാകുന്ന രീതിയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ പ്രയാസങ്ങൾ അത് താൽക്കാലികം മാത്രമാണ് എന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. ഈ സമയം ചില കാര്യങ്ങളിൽ കൃത്യതയോടെ പറയുവാൻ സാധിക്കുന്നത് നിങ്ങൾ സ്വപ്നങ്ങൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നവരും അതിനെക്കുറിച്ച് വളരെയധികം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികൾ കൂടിയാണ്. തീർച്ചയായും ലാഭനഷ്ടങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വരുന്നതായ ഒരു വ്യക്തികൾ തന്നെയാണ്. ആ കാര്യങ്ങൾ എപ്രകാരമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക, നഷ്ടമാകുമോ എന്ന് പോലും ചിന്തിക്കും.
അതൊരു 100 വട്ടം ചിന്തിക്കുന്നതായ സാഹചര്യം അഥവാ കൂടുതൽ സമയം ചിന്തിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിനാൽ ഏതൊരു കാര്യത്തിലും അല്പം ചിന്തിച്ചായിരിക്കും പലപ്പോഴും മറുപടി പറയുക. ചില അവസരങ്ങളിൽ അബദ്ധം പിണഞ്ഞാൽ പോലും നിങ്ങൾക്ക് പല അവസരങ്ങളിലും ഇത് ലാഭകരമായി തീരാവുന്നതുമാണ്. അത്തരത്തിൽ ഏതൊരു കാര്യത്തെ കാണുകയാണ് എങ്കിലും കൃത്യതയോടെ അതിലൊരു നിഗമനം നടത്തുവാൻ സാധിക്കും. വൈകാരികമായി പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നു എങ്കിലും ബഹുഭൂരിപക്ഷം സമയങ്ങളിലും ബുദ്ധിപരമായി തീരുമാനം എടുക്കുന്നവർ തന്നെയാണ് എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായും നിങ്ങൾക്ക് അവസാനം നിങ്ങൾ വിചാരിക്കുന്ന ഇടത്ത് ആ കാര്യങ്ങൾ എത്തിക്കുവാൻ പലപ്പോഴും സാധിച്ചിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. അതെല്ലാ കാര്യങ്ങളുമല്ല, ചിലതെങ്കിലും അപ്രകാരം എത്തിക്കുവാൻ സാധിച്ചിട്ടുള്ള വ്യക്തികളാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് ഓർമ്മയിൽ പല കാര്യങ്ങളും സൂക്ഷിക്കുകയും അത് കൃത്യമായി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്യും. ഏത് കാര്യം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിലും എടുത്തുചാടി പ്രവർത്തിക്കുന്നവരല്ല നിങ്ങൾ. പല കാര്യങ്ങളിലും കൃത്യമായി പഠനം നടത്തി മുന്നോട്ടു പോകുന്ന വ്യക്തികളായി തന്നെ നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന കഷ്ടതകൾക്ക് ക്രമേണ ഒരു പരിഹാരം നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സമയമുണ്ട് എന്ന് കാണുന്നു. ചില കാര്യങ്ങൾ വ്യക്തമായി തന്നെ നിങ്ങളിലേക്ക് അനുകൂലമാവുകയും ചില കാര്യങ്ങളിൽ കൂടുതൽ പഠന നടത്തേണ്ടതായ സാഹചര്യങ്ങളും വന്നു ചേരാം. അതിനാൽ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അല്പം കാലതാമസം എടുത്തു എന്ന് വരാം. എന്നാൽ ചില കാര്യങ്ങളിൽ ഈ സമയം നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുകയും ചില കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് നീങ്ങണം. രണ്ടാമത്തെ ചിത്രമാണ് അഥവാ രണ്ടാമത്തെ നമ്പറായ 77 എന്ന നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല പ്രവൃത്തികളും കൃത്യമായി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരും പല കാര്യങ്ങളും നിങ്ങൾ കൃത്യതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമാണ്. എന്നാൽ ആ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി ആ കാര്യങ്ങളിൽ കൃത്യത കൂടുതലായും നിങ്ങൾക്ക് ചേർക്കുവാനും മുന്നോട്ട് അപ്രകാരം കൊണ്ടുപോകുവാൻ സാധിച്ചാൽ പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ അനുഭവിക്കുന്ന ആ കഷ്ടകാലം ദുരിതപൂർണമായ അവസ്ഥകൾ പഴങ്കഥയായി മാറുന്ന സാഹചര്യം വന്നു ചേരാം. കൃത്യത കൊണ്ട് നിങ്ങൾക്ക് ശോഭനമായ ഭാവി അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ ഭാവിയിലേക്ക് മുൻപുണ്ടായിരുന്ന വിഷമതകളെ തരണം ചെയ്ത് അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് കാണുന്നു. അതിനാൽ കൃത്യത വേണം. ആലസ്യം പല കാര്യങ്ങളിലും തോന്നാം. എന്നാൽ അതെല്ലാം നിങ്ങൾക്കെതിരാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. ഭാഗ്യം നിങ്ങളെ തേടി വരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ അത് നിങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും എന്നതും വാസ്തവമാകുന്നു. നിങ്ങളെ ചിന്തകളെ ആശ്രയിച്ചിരിക്കും, നിങ്ങളെ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും കൃത്യതയോടെ നിങ്ങൾക്ക് ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നതും വാസ്തവമാണ്. അതിനാൽ ഏത് കാര്യത്തിലും അല്പം മനസ്സിരുത്തി ചിന്തിക്കേണ്ടത് അനിവാര്യമാകുന്നു. മനസ്സ് അസ്വസ്ഥമായതിനാൽ തന്നെ പലപ്പോഴും ചിന്തകൾ കയ്യിൽ നിൽക്കാത്തതായ സാഹചര്യമുണ്ട് എന്നതും വാസ്തവമാണ്. അത്തരമൊരു പരിതസ്ഥിതി നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും വ്യക്തമായ കാരണങ്ങൾ കൂടിയുണ്ട്. അതായത് വിഷമതകൾക്ക് വ്യക്തമായ കാരണങ്ങളുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. മനസ്സിന്റെ അസ്വസ്ഥതകൾ അത് ജീവിതത്തിൽ പലപ്പോഴും തുടർന്നു പോരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഒന്ന് തീരുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പല വിഷമതകളും നിങ്ങളെ ബാധിക്കുന്ന സാഹചര്യമുണ്ട്. ഉന്മേഷം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായ അവസ്ഥ, അതായത് പോസിറ്റീവായ ഊർജം നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. അതിനാൽ പല കാര്യങ്ങളിലും
ഒരു ഉത്സാഹമില്ലാതെ പ്രവർത്തിക്കേണ്ടതായ, അവ്യക്തതയോടെ പ്രവർത്തിക്കേണ്ടതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കുന്നതായ കാര്യങ്ങൾ അത് കൃത്യതയോടെ പറയുകയാണ് എങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ പലപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമല്ല, തെറ്റായ കാര്യങ്ങൾ, നെഗറ്റീവായ ചിന്തകൾ കടന്നുകൂടുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും കാട് കയറി ചിന്തിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട് എന്ന് കാണുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കൃത്യമായ രീതിയിൽ കാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നില്ല. അതൊരു തീരുമാനവുമായി ബന്ധപ്പെട്ടാകാം. കൃത്യമായ തീരുമാനം എടുക്കുവാൻ സാധിക്കാതെ നിങ്ങൾ കുഴഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും പിടിവാശി, നിർബന്ധ ബുദ്ധി എന്നിവ നിങ്ങളെ ദോഷകരമായി ബാധിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഒരു ആശയക്കുഴപ്പം നിങ്ങളെ ബാധിച്ചിരിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണ് എങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു വ്യക്തത ലഭിക്കാത്തതായ അവസ്ഥയുണ്ട്. കൂട്ടുകെട്ടുകൾ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ വഴിയോ പല കാര്യങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആകുലതകൾ കൂടുതലായും നിങ്ങൾക്കുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മാനഹാനി സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. ധനനഷ്ടം പോലുള്ള കാര്യങ്ങൾ പോലും സംഭവിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഈശ്വരാധീനമുള്ളതിനാൽ തന്നെ ഈ കഷ്ടകാലം ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. എന്നാൽ അതിനല്പം സമയം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്നതായ പല കാര്യങ്ങളും പാതി വഴിയിൽ തടസ്സപ്പെട്ടു പോകുവാനുള്ള സാധ്യതകളുണ്ട്. ആ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. ഇതിന് നിർബന്ധ ബുദ്ധിയോ തെറ്റായ ചിന്തകളോ ഒരു കാരണമായി തീരാവുന്നതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ തീർച്ചയായും കാണുവാൻ സാധിക്കുന്നതായ കാര്യം, പല കാര്യങ്ങളും പ്രവർത്തിക്കണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. എന്നാൽ ചില വ്യക്തികൾ മൂലമോ അല്ലെങ്കിൽ ചിലർ നൽകുന്നതായ നിർദ്ദേശങ്ങളോ നിങ്ങളുടെ ജീവിതാവസ്ഥയെ വളരെ മോശമാക്കിയിരിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടകാലത്തിന്റെ ഒരു സൂചനയുണ്ട് എങ്കിലും അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികളും നിങ്ങൾക്ക് മുൻപിൽ തെളിയും. ഈശ്വര ചിന്തകൾ നിങ്ങളിലേക്ക് വന്നു ചേരണം. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അടിയുറച്ച് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളെ കൈവിടില്ല എന്ന ബോധ്യം ഉള്ളതിനാൽ തന്നെ നിങ്ങൾ നിത്യവും ആ ദേവതയെ ആരാധിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ആത്മാർത്ഥമായ ശ്രമങ്ങളും ഈശ്വര പ്രാർത്ഥനയിലൂടെ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ആ പോസിറ്റീവായ ഊർജവും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി തീരുക തന്നെ ചെയ്യും. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ നെഗറ്റീവായ ഊർജങ്ങളിൽ നിന്നും ക്രമേണയുള്ള മോചനം തന്നെയാണ് വന്നു ചേരുക. പിന്നീട് നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ അത് ഗുണകരമായി ഭവിക്കുകയും ചെയ്യും. ഈ സമയം നിങ്ങൾ നല്ല ചിന്തകൾ വളർത്തിയെടുക്കുവാനും ആത്മവിശ്വാസം കൈവിടാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ദോഷമാണ് എന്നല്ല പറയുന്നത്. ചില കാര്യങ്ങൾ ചിന്തകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ നിങ്ങൾക്ക് എതിരായാൽ പോലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ആ കാര്യങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള അവസരം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. നിങ്ങൾക്ക് അത്യാവശ്യമായി നടന്നു കിട്ടേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ധനപരമായ ചില സഹായങ്ങൾ അത് നിങ്ങൾക്കിപ്പോൾ ആവശ്യമാണ്. അത്തരം ചില വാതിലുകൾ നിങ്ങൾ മുട്ടിയെങ്കിലും നിങ്ങൾക്ക് വിചാരിച്ച ഫലം ലഭിച്ചില്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാനസിക വിഷമതകൾ നിങ്ങൾ മറികടന്ന് തീർച്ചയായും വീണ്ടും ഒരു ശ്രമം നടത്തുകയാണ് എങ്കിൽ അത്തരം ചില കാര്യങ്ങൾ അനുകൂലമാകാം. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിൽ ഏറ്റവും പ്രധാനമായും
നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, എത്ര വലിയ പതനത്തിൽ നിന്നും നിങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ ആ ദേവതയുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും നിങ്ങൾക്ക് നെഗറ്റീവായ ആ ശക്തികളിൽ നിന്നും ഒരു വീഴ്ച ഉണ്ടായാൽ പോലും ദിവസങ്ങൾക്കുള്ളിൽ സന്തോഷകരമായ വാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് എന്ന് കാണുന്നു. അതിനുള്ള അവസരം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളിലേക്ക് കൊണ്ടുവന്നു തരും എന്ന് കാണുന്നു. തീർച്ചയായും നിങ്ങൾ തോറ്റുപോകില്ല എന്ന സന്ദേശം വന്നു ചേരുന്നു. ഈ സംശയം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതായ ആവശ്യമില്ല. നിങ്ങൾക്ക് തീർച്ചയായും ആ ശക്തിയുടെ സാന്നിധ്യം ഉള്ളതിനാൽ തന്നെ കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുവാനുള്ള അവസരങ്ങൾ ഇനി മുതൽ നിങ്ങളിലേക്ക് വന്നു ചേരും. തീർച്ചയായും ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങുക.